പരാതി പറയാനെത്തിയപ്പോൾ മുൻ മലപ്പുറം SP സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർ പീഡിപ്പിച്ചതായി പൊന്നാനി സ്വദേശിയുടെ ആരോപണം. യുവതിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും ആളുകൾക്കെതിരെ പരാതി നൽകി കേസ് ഒത്തുതീർപ്പാക്കുന്നത് അനുവദിക്കാതിരിക്കുന്നതിനാണ് ആരോപണമെന്നും CI വിനോദ് വ്യക്തമാക്കുന്നു. ഗൂഢാലോചനയുടെ ഭാഗമാണ് ആരോപണമെന്നും നടപടി സ്വീകരിക്കുമെന്നും SP സുജിത് ദാസ് പറഞ്ഞു. മലപ്പുറം SP-യുടെ ഔദ്യോഗിക വസതിയിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് PV അൻവർ തുടങ്ങിവെച്ച വിവാദത്തിലെ തുടർച്ചയായാണ് പുതിയ ആരോപണങ്ങൾ. പൊന്നാനി സ്വദേശിയായ യുവതിയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. 2 വർഷം മുൻപ് കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരാതിയുമായി എത്തിയ തന്നെ പൊന്നാനി CI ആയിരുന്ന വിനോദ് പീഡിപ്പിച്ചതായും ഇതിനെതിരെ പരാതിയുമായി എത്തിയ തന്നെ DYSP ബെന്നിയും തുടർ പരാതിയുമായി എത്തിയപ്പോൾ SP ആയിരുന്ന സുജിത് ദാസും പീഡിപ്പിച്ചതായാണ് യുവതി ആരോപണം ഉന്നയിക്കുന്നത്. അതേസമയം യുവതിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CI വിനോദ് പറഞ്ഞു. പരാതിക്കാരി പലർക്കെതിരെയും കേസ് കൊടുക്കുകയും പിന്നീട് സ്റ്റേഷനു പുറത്ത് പണം വാങ്ങി ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്നത് പതിവാക്കിയിരുന്ന വ്യക്തിയാണ്. ഈ സ്ത്രീ ഇങ്ങനെ പലർക്കെതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം കിട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു. നമ്മൾ നമുക്ക് വിശദമായി അന്വേഷിക്കാം എന്ന് പറഞ്ഞു. രാവിലെ ഞാൻ സ്റ്റേഷനിൽ ചെന്ന ഉടൻ പരാതി എടുത്തു. ഞാൻ പറഞ്ഞു ഇതിൽ സംസാരം വേണ്ട, വേഗം FIR രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷക്കാരനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. ഇതെല്ലാം രേഖകളുള്ളതാണ്. FIR രജിസ്റ്റർ ചെയ്തു. ഒരു 10 ആയപ്പോൾ ഈ സ്ത്രീ രണ്ടാമത് ദേഷ്യം പിടിച്ച് വരുന്നുണ്ട്. നിങ്ങൾ കാരണം എനിക്ക് കിട്ടേണ്ട പണമൊക്കെ നഷ്ടപ്പെടുകയാണ്. എന്തിനത് കേസിൻ്റെ ആവശ്യം? എനിക്കത് ചർച്ച മതിയല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ ചർച്ച എന്ന സംഭവമില്ല, നിയമപരമായ പരാതി കിട്ടിയ കേസ് എടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾ വനിതാ പോലീസ് വിമൻ ഡെസ്കിലിരിക്കുന്ന പോലീസോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. യുവതിയുടെ പരാതി വ്യാജമാണെന്ന് DYSP-യും SP-യും നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നതായും CI പറഞ്ഞു. മുട്ടിൽ മരമുറി കേസ് അന്വേഷണത്തിന്റെ പ്രതികാരമാണ് തനിക്കെതിരെ ഉയരുന്ന ആരോപണമെന്ന നിഗമനത്തിലാണ് DYSP ബെന്നിയും. പരാതിക്കാരിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അമൃത ന്യൂസ്, മലപ്പുറം.